നമസ്കാരം ടിട്ടാ. തിരുവനന്തപുരം നിയമമണ്ഡലത്തിൽ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരും പാലക്കാട് മണ്ഡലത്തിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രനും വിജയിക്കും എന്നായപ്പോൾ വലതുപക്ഷ ഇടതുപക്ഷ നേതാക്കളുടെയും കുരു പൊട്ടിത്തുടങ്ങി. എങ്ങനെയും ഇതിന് തടയിടണമെന്ന് കരുതി മനഃപൂർവ്വം ഓരോരോ കഥകൾ ഇങ്ങനെ പടച്ചു വിടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നായപ്പോൾ അവിടെ BJP രാവിലെ പറഞ്ഞു BJP കള്ളൊഴുക്കുകയാണ്, മദ്യമൊഴുക്കുകയാണ്. ഉച്ചയ്ക്ക് പറഞ്ഞു പിന്നെ പണമൊഴുക്കുകയാണ്. ശ്രീമാൻ V ശിവൻകുട്ടി പറഞ്ഞത് അവിടെ നേമത്ത് 15,000 രൂപയോളം പിന്നെ ഒരു വോട്ടൊന്നിന് വോട്ട് കച്ചവടം നടത്തുകയാണ് BJP. പണം അങ്ങനെ വാരി ഒഴുക്കുകയാണ്, GPay വഴിയാണ് പണം അയക്കുന്നത് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞ എന്തിനാണ്, ഞങ്ങൾ ജയിക്കും, പക്ഷേ പ്രതീക്ഷിച്ച ഭൂരിപക്ഷം കിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാം. അപ്പോൾ ഈ ഭയം ഉള്ളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറയുകയാണ് BJP കള്ളൊഴുക്കുന്നു, BJP പണമൊഴുക്കുന്നു എന്ന്. അങ്ങനെയെങ്കിൽ താങ്കൾ ഒരു കാര്യം ചെയ്യണം. താങ്കളുടെ കയ്യിലല്ലേ അധികാരമുള്ളത്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് BJP വോട്ടർമാർക്കിടയിൽ നടത്തിയിട്ടുള്ള പണമിടപാടുകളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെ ശേഖരിച്ചുകൂടെ? എന്നിട്ട് GPay ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങൾ പുറത്തുവിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരാജയത്തിൻ്റെ ഭീതിയിൽ എന്തും വിളിച്ചു പറയാമെന്നുള്ള ഒരു ഹുങ്ക് അതങ്ങ് നാലായിട്ട് മടക്കി കയ്യിൽ വെച്ചാൽ മതി. പാലക്കാടേക്ക് വരുമ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് BJPയുടെ കരുത്തുറ്റ ശക്തയായ ഒരു നേതാവാണ്. അവരെ എങ്ങനെയെങ്കിലും അവരുടെ മുന്നേറ്റത്തെ തടയിടുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ രണ്ടു പാർട്ടികളും ചേർന്നൊരുക്കിയ കെണിയാണിത്. ഒരു പാവപ്പെട്ട വൃദ്ധയായ അമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് കോൺഗ്രസുകാർ നടത്തിയ കപട നാടകത്തിൻ്റെ ചുരുളുകൾ അഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആ പണം കൊണ്ട് കൊടുത്ത സ്ത്രീക്ക് BJPയുമായി യാതൊരു ബന്ധമില്ല എന്നും, ഈ പണം കൊടുത്തതിന് ശേഷം രണ്ടാമത് ഈ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ആള് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവാണെന്നുമുള്ള വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ചെയ്തതെന്താണ്? പൈസ കൊടുത്തിട്ട് തിരിച്ചു വന്നു, തിരിച്ച് വീണ്ടും പൈസ കൊടുത്തിട്ട് തിരികെ പോയി ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തതായിട്ടുള്ള അവരുടെ കൈ പിടിച്ച് അവരുടെ കൈക്കുള്ളിലെ പണം തുറന്നു കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവർ പൈസ കൊടുത്ത് ഇത് BJPക്കാരാണെന്ന് പറയുന്നു എങ്കിൽ, ആ വീഡിയോയിൽ അത് കാണിക്കുന്നുവെങ്കിൽ, ഇവരെന്തിന് രണ്ടാമത് തിരിച്ചു പോയി ആ പണം സ്ത്രീയുടെ കൈ തുറന്ന് കാണിക്കണം? അപ്പം ഇത് കരുതിക്കൂട്ടി ശോഭയെ എങ്ങനെയും താറടിച്ച് കാണിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു പൊറാട്ട് നാടകമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കള്ളത്തരങ്ങളും പൊള്ളയായ വാഗ്ദാനങ്ങളും പറഞ്ഞ് വോട്ട് പിടിക്കാനും പണം കൊടുത്ത് വോട്ട് വാങ്ങാനുമുള്ള അത്രയും കഴിവ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്കാണെന്ന് മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ വച്ച് പറയാൻ കഴിയും.